വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചിൻ വർഗീസിന്റെ നിര്യാണത്തിൽ ആശാനുശോചന യോഗം ചേർന്നു. നാടക നടനും സംവിധായകനും ഗായകനുമായിരുന്ന കൊച്ചിൻ വർഗീസിന്റെ നിര്യാണത്തിൽ ഓൾ ആർട്ടിസ്റ്റ് സേവ്സ് അസോസിയേഷൻ ആശ അനുശോചനം രേഖപ്പെടുത്തി. പള്ളുരുത്തിയിലെ ആശ ഹാളിൽ ഞായറാഴ്ച നടത്തിയ പൊതുയോഗം മുൻ MLA ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നാടകസമിതിയുണ്ടായി. ഐക്യത്തിൻ്റെ തന്നെ ആഗ്രഹപ്രകാരമാണ് വൈക്കം രചനയും സംവിധാനവും നിർവഹിച്ച ആ നാടകത്തിൽ വർഗീസ് വെറും ഗായകൻ മാത്രമല്ല, നടനും കൂടിയായിരുന്നു. ആധുനിക നാടകം ആ നാടകവേദിയിൽ തനത് നാടകം ശക്തിപ്രാപിക്കുന്ന ഒരു ഘട്ടത്തിൽ കാവാലത്തിൻ്റെ എല്ലാം ശൈലി വൈക്കം എഴുതിയ നാടകമാണ് ജാതുഘട്ടം. ബാബു പക്ഷെ കണ്ടിട്ടുണ്ടാവും, വേറെ പേര് കണ്ടിട്ടുണ്ടെന്ന് കണ്ടില്ല. അത് ആദ്യ അവതരണം മട്ടാഞ്ചേരി KD സ്കൂളിൻ്റെ ഹാളിലായിരുന്നു. ഞാനതിൻ്റെ റിഹേഴ്സലിലും കണ്ടതാണ്. 77 ഇല്ല. വർഗീസ് ചേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കൈമി എന്നാണ്. ആശ വൈസ് പ്രസിഡന്റ് S. രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി KV സാബു സ്വാഗതം പറഞ്ഞു. AB കുന്നച്ചൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അമ്മിണി ഏണറ്റ്, അബ്ദുള്ള മട്ടാഞ്ചേരി, പള്ളുരുത്തി സുബേർ, ME രമേശ് ചന്ദ്രൻ, KG മണിലാൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. MK അർജുനൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആശ രൂപീകരിച്ചപ്പോൾ പ്രഥമ പ്രസിഡന്റായിരുന്നു കൊച്ചിൻ വർഗീസ്. കഴിഞ്ഞ വർഷം വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആശയുടെ രജത ജൂബിലി ആഘോഷ പരിപാടികളുടെ സംഘടനവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 20 കലാലോകത്തോട് വിട പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.